وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും സലഫികളെന്ന് അവകാശപ്പെടുന്നവരും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ടിട്ടുള്ള അഖീദ എന്ന് പറയുന്നത് സലഫു സാലിഹീങ്ങളുടെ അഖീദയാണ്, അവരുടെ ഫഹമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് പഠിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. സച്ചരിതരായ മുൻഗാമികളുടെ സഹാബത്തുകളുടെയും താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും അഖീദ ആ കാലഘട്ടത്തിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ തന്നെ സലഫുകളുടെ കാലത്ത് അഖീദ വിവരിക്കുന്നതിന് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വളരെ ദുഃഖകരമായ കാര്യം, നമ്മുടെ നാട്ടിലൊന്നും ആ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടാറോ വിശദീകരിക്കപ്പെടാറോ പഠിക്കാറോ ഒന്നും തന്നെയില്ല. സലഫുകളുടെ ഗ്രന്ഥം, പ്രത്യേകിച്ച് അഖീദയിലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതും വലിയ വെളിച്ചം നൽകുന്നതുമായിട്ടുള്ള കാര്യമാണ്. ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള വാള്യങ്ങളോളമുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനേക്കാളും വലിയ ആത്മീയ സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് സലഫുകൾ എഴുതിയിട്ടുള്ള ചെറിയ റിസാലകൾ വായിക്കുക എന്നുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഖീദയിൽ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും ചെറുതാണ് അദ്ദേഹത്തിൻ്റെ ഉസൂലുസ് സുന്ന. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബ്ദുള്ള ഇബ്നു അൽ ഇമാമി അഹ്മദ് റഹ്മഹുല്ല, അദ്ദേഹത്തിന് അസ്സുന്ന എന്ന പേരിലെ ഗ്രന്ഥമുണ്ട്. അതുപോലെ ഇമാം ഷാഫിഈ റഹ്മഹുല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള മുസനി ശറഹുസ്സുന്ന എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഗ്രന്ഥങ്ങൾ. ഇമാം ബുഖാരിയുടെ ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഇമാം ഇബ്നു ബത്ത അൽ ഉഖ്ബുരി റഹ്മഹുല്ലയുടെ അൽ ഇബാന, ആജൂറിയുടെ ശരിയ, നൂറുകണക്കിന് ഇതുപോലെ ഗ്രന്ഥങ്ങളാണ് മുൻഗാമികളുടെ കാലത്ത് തന്നെ എഴുതപ്പെട്ടിട്ടുള്ളത്. സലഫികളായ നമ്മുടെ ഓരോരുത്തരുടെയും വലിയ കർത്തവ്യമാണ് ആ ഗ്രന്ഥങ്ങൾ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുന്നത്. സച്ചരിതരായ മുൻഗാമികൾ ആ കാലഘട്ടത്തിൽ തന്നെ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ള ഒരു സീരീസ്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ പ്യുവറായിട്ടുള്ള, യാതൊരു കലർപ്പും കലർന്നിട്ടില്ലാത്ത പരിശുദ്ധമായ വിശ്വാസം നമുക്ക് പഠിക്കാൻ സാധിക്കും. യഥാർത്ഥ ഇസ്ലാമിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ഒന്നാമതായി എടുത്തിട്ടുള്ളത് ഇമാം ബർബഹാരി റഹ്മഹുല്ലയുടെ ശർഹുസ്സുന്നയാണ്. ശർഹുസ്സുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് എന്ന് ഈ തരത്തിൽ സച്ചരിതരായ മുൻഗാമികൾ വിശേഷിപ്പിക്കാറുള്ളത്, അവരുടെ ഗ്രന്ഥങ്ങൾക്ക് പേര് നൽകാറുള്ളത്, അത് ഇസ്ലാം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. റസൂലുള്ളാഹിന്റെ ദീൻ, തരീഖത്തുർ റസൂൽ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ചെയ്താൽ പുണ്യമുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളും എന്നുള്ള അർത്ഥത്തിലുമല്ല. മറിച്ച് പരിപൂർണമായ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന അർത്ഥമാണ് സലഫുകൾ സുന്നത്തിന് നൽകാറുള്ളത്. അപ്പോൾ അസ്സുന്ന എന്ന് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് തരീഖത്തുർ റസൂലാണ്. റസൂലുള്ളാഹിൻ്റെ മാർഗം, റസൂലുള്ളാഹിൻ്റെ ദീൻ എന്നുള്ളതാണ്. അതിൽ അഖീദയുണ്ട്, വിശ്വാസമുണ്ട്,
അതുപോലെ തന്നെ അടിസ്ഥാനപരമായ കർമ്മങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നതാണ്, സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, മാർഗങ്ങളും എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഷറഹ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? വിശദീകരണം എന്നുള്ളതാണ്, വ്യക്തമാക്കൽ എന്നുള്ളതാണ്. ഇത് ഒരു ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമായിട്ടല്ല ഈ ഒരു ഗ്രന്ഥത്തിന് പേര് നൽകപ്പെട്ടുള്ളത്, മറിച്ച് റസൂലുള്ളാഹിൻ്റെ ദീൻ, റസൂലുള്ളാഹിൻ്റെ മാർഗത്തെ വിവരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ഗ്രന്ഥത്തിന് ഷർഹുസ്സുന്ന എന്ന പേര് ഇമാം ബർബഹാരി നൽകിയിട്ടുള്ളത്. ഇമാം ബർബഹാരി ആരാണ്? അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് അൽ ഇമാം അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അലി ഇബ്നി ഖലഫ് അൽ ബർബഹാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം ബാഗ്ദാദുകാരനാണ്. പേര് ഹസൻ എന്നാണ്, അൽ ഹസൻ ഇബ്നു അലി. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബു മുഹമ്മദ് ആണ്. ബർബഹാരി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ബർബഹാർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരപ്പെടുന്ന പച്ചമരുന്നുകളുടെ പേരാണ് ബർബഹാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കച്ചവടം ചെയ്യുന്ന വ്യക്തിക്ക് ബർബഹാരി എന്നാണ് പേര് പറയാറുള്ളത്. ഇദ്ദേഹമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ ഈ കച്ചവടത്തിൽ ഏർപ്പെട്ട ആളായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ബർബഹാരി എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എത്രയാണ്? 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാകുന്നത്. 3-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ഭാഗം, അവസാനത്തെ പകുതി ഭാഗമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ജീവിത കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ സച്ചരിതരായ മുൻഗാമികളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാലയളവാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം അഹ്ലി സുന്നത്തി വൽ ജമാഅ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യനാണ് ആര്? ഇമാം ബർബഹാരി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒന്നാമത്തെ ശിഷ്യനാണ് അബൂബക്കർ അൽ മറൂദി റഹിമഹുല്ലാ. ഇമാം അഹ്മദിനെ മരണം വരെ കൂടെ സഹവർത്തിത്വമുണ്ടായി. മരിച്ചിട്ട് അദ്ദേഹത്തിന് ജനാസ കുളിപ്പിക്കുക പോലും ചെയ്തിട്ടുള്ളത് അബൂബക്കർ അൽ മറൂദിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനിയായ ശിഷ്യനാണ് ഇമാം ബർബഹാരി. അതുപോലെ സഹൽ ഇബ്നു അബ്ദില്ല അത്തുസ്തുരി റഹിമഹുല്ലാ, അറിയപ്പെട്ടുള്ള ജാഹിദായിട്ടുള്ള വലിയ ആബിദും ജാഹിദുമായിട്ടുള്ള മഹാനുഭാവൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ശിഷ്യന്മാർ ജീവിച്ചിരുന്ന കാലയളവാണ്. അതുപോലെ ഇമാം അബുദാവൂദ് അസ്-സിജിസ്താനി റഹിമഹുല്ലാ, സുനനുകളുടെ കർത്താവായിട്ടുള്ള ഇമാം അബൂദാവൂദിൻ്റെ സമകാലികനാണ്. അതുപോലെ ഇബ്നു ബാജയുടെയും സമകാലികനാണ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇബ്നു ബത്ത അൽ ഉഖ്ബരി റഹിമഹുല്ലാ. അൽ ഇബാന എന്ന് പറയുന്ന വിഖ്യാതമായ അഖീദയുടെ, സലഫു സാലിഹ്യങ്ങളുടെ അഖീദ ക്രോഡീകരിച്ച ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഇമാം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇദ്ദേഹം ഒരു കേവല ചെറിയ പണ്ഡിതനല്ല, വലിയ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടുള്ള പണ്ഡിതനാണ്. ഇദ്ദേഹത്തെ ഇമാം ഇബ്നു അബി യഅല റഹിമഹുല്ലാ വിശേഷിപ്പിക്കുന്നത് ഷെയ്ഖുൽ ഹനാബിലത്തി ഫി വഖ്തിഹി, അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ഹനാബിലത്തിൻ്റെ ഷെയ്ഖാണ് എന്നുള്ളതാണ്. ചെറിയ പണ്ഡിതനല്ല. അന്ന് ഇമാമിയങ്ങൾ നിറഞ്ഞിട്ടുള്ള കാലയളവാണ്. പ്രത്യേകിച്ച് ബാഗ്ദാദ് ഖിലാഫത്തിൻ്റെ തലസ്ഥാനത്ത് ഇമാമിയങ്ങളും അയിമ്മത്തുകളും ഉലമാക്കൾ മുഹദ്ദിഥീങ്ങൾ നിറഞ്ഞ കാലയളവാണ്. അവരുടെ എല്ലാം ഷെയ്ഖാണ് എന്നുള്ളതാണ്. അതുപോലെയാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഷെയ്ഖു ത്വാഇഫത്തി ഫി വഖ്തിഹി, അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഷെയ്ഖും ഇമാമുമാണെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഖലീഫയുടെ അടുക്കൽ വലിയ സ്ഥാനമായിരുന്നു ഇദ്ദേഹത്തിന്. സാധാരണക്കാരുടെ അടുക്കലും എത്രത്തോളം ശത്രുക്കളുടെ അടുത്ത് വരെ ഇദ്ദേഹം വലിയ ശത്രുക്കൾ വരെ ആദരിച്ചിട്ടുള്ള പണ്ഡിതനായിരുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് ചേർത്തി പറയാവുന്ന ഒരു സംഭവമാണ് അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുല്ലാ. അദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗ്ദാദിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം നേരെ സന്ദർശിക്കുന്നത് ആരെയാണ്? ഇമാം അഹ്ലുസുന്നത്തി വൽ ജമാഅ ബർബഹാരി റഹിമഹുല്ലയാണ് സന്ദർശിക്കുന്നത്. എന്നിട്ട് ബർബഹാരിയോട് പറയുന്നത്, ആന റദത്തു അലൽ ജുബ്ബായിക്ക് ഞാൻ റദ്ദ് കൊടുത്തിട്ടുണ്ട്, റദത്തു അലൽ മജൂസ്, റദത്തു അലൽ നസാറ, നസ്രാണികൾക്കും മജൂസികൾക്കും ഞാൻ മറുപടി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇമാം ബർബഹാരി പറഞ്ഞത്, മ അദ്രി മ തഖൂൽ, നീ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ
വലാ നഅരിഫു ഇല്ലാ മാ ഖാലഹുൽ ഇമാം അഹ്മദ്. അഖീദ, ശരിയായ അഖീദയായിട്ട് നമുക്കറിയാവുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അഖീദയാണെന്ന് ബർബഹാരി പറയുകയും അങ്ങനെ അബുൽ ഹസൻ അശ്അരി പോയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അൽ ഇബാന എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അൽ ഇബാന എന്ന് പറയുന്ന ഗ്രന്ഥം, വിഖ്യാതമായ അബുൽ ഹസൻ അശ്അരിയുടെ ഗ്രന്ഥം എഴുതാൻ കാരണക്കാരനായിട്ടുള്ളത് ആരാണ്? ബർബഹാരിയാണ്. അതും ബർബഹാരി സ്വീകരിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സിയറു അലാമിൻ നുബുലയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമാം ബർബഹാരി എന്ന് പറയുന്നത് വലിയ ജനങ്ങളുടെ അടുക്കൽ വലിയ ഗാംഭീര്യമുള്ള, വലിയ മഹത്വമുള്ള, സ്വീകാര്യനായിട്ടുള്ള, സത്യം വെട്ടിത്തുറന്ന് പറയുന്ന ധീരനായിട്ടുള്ള ഇമാമാണ്. അതുപോലെ തന്നെ ദുനിയാവ് അങ്ങേയറ്റം പരിത്യജിച്ചിട്ടുള്ള, ദുനിയാവിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അതിൽപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ വലിയ അനന്തര സ്വത്ത് ബാക്കിയാക്കിയിട്ടുണ്ട്. ഏകദേശം 70,000 ദിർഹം ഇദ്ദേഹത്തിന് അനന്തര സ്വത്തായിട്ട് ലഭിച്ചപ്പോൾ അദ്ദേഹം അത് വിസമ്മതിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ അതിൽ ശുഭഹത്ത് കലർന്നിട്ടുണ്ട് എന്നുള്ള ഭയം കാരണത്താലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, പിതാവിൻ്റെ അനന്തര സ്വത്ത് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് സ്വീകാര്യത അറിയിക്കുന്ന ഒരു സംഭവമാണ് ഒരിക്കൽ ബാഗ്ദാദിലെ, പടിഞ്ഞാറൻ ബാഗ്ദാദിലെ ഒരു മസ്ജിദിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ ഇരുന്ന് ദർസ് നടത്തുമ്പോൾ ഇദ്ദേഹം തുമ്മി. അങ്ങനെ ആ മസ്ജിദിലുള്ള മുഴുവൻ ആളുകളും ഇദ്ദേഹത്തിന് അദ്ദേഹം തുമ്മിയതിന് അദ്ദേഹത്തിന് പകരം അവർ പറഞ്ഞു യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അത് വലിയ ശബ്ദത്തോടുകൂടി എല്ലാവരും കൂടെ പറയണത്. ആ ശബ്ദം മുഴുവൻ വലിയ ഒരു ശബ്ദമായിക്കൊണ്ട് അങ്ങാടിയിലുള്ള ആളുകൾ കേട്ടു. അങ്ങാടിയിലുള്ള ആളുകൾ ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത്. അപ്പോൾ ഇമാം ബർബഹാരി തുമ്മിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളും എന്ത് ചെയ്തു, ഷമ്മത്തഹു അഹ്ലുസൂഖി ജമിയാൻ, അങ്ങാടിയുള്ള മുഴുവൻ ആളുകൾ എന്ത് ചെയ്യാണ്, അതിന് യർഹമുക്കല്ലാ എന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടിട്ടുള്ള അടുത്ത അങ്ങാടിയുള്ള ആളുകൾ ഇത് കേൾക്കുകയാണ്, വലിയ ശബ്ദമാണ് കേൾക്കുന്നത്. അവരും യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ അങ്ങാടിയും യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. ബാഗ്ദാദ് മുഴുവൻ യർഹമുക്കല്ലാ എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ശബ്ദം എവിടെ വരെ എത്തി, ഖലീഫയുടെ കൊട്ടാരത്തിൽ വരെ ആ ശബ്ദമെത്തി. ഖലീഫ വലിയ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് ചോദിച്ച സമയത്ത് ഇമാം ബർബഹാരി തുമ്മിയതാണ്. സുബ്ഹാനല്ലാഹ്, എന്തു വലിയ സ്ഥാനമാണത്. എന്നിട്ട് എല്ലാവരും യർഹമുക്കല്ലാ എന്ന് പറയാണ്. ഖലീഫ പോലും അസൂയപ്പെട്ടു പോകുന്ന സ്ഥാനമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം അലങ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഈ സുന്നത്തിൽ വളരെ ശക്തമായി മുറുകെ പിടിച്ചത് കാരണത്താൽ ബിദഅത്തിനും ബിദഅത്തുകാർക്കും എതിരിൽ ശക്തമായി നിലകൊണ്ടതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ബിദഅത്തുകാർ നിരന്തരമായിട്ട് ഖലീഫയുടെ അടുത്ത് വന്നുകൊണ്ട് ഇദ്ദേഹത്തിനെതിരിൽ എന്ത് ചെയ്യും, സംസാരിക്കും. ഇദ്ദേഹത്തിനെതിരിൽ ഇളക്കി വിടാൻ വേണ്ടി അവർ ശ്രമം നടത്തും. അങ്ങനെ ഖലീഫയായിരുന്ന അൽ ഖാഹിർ ബില്ല എന്നറിയപ്പെടുന്ന അൽ ഖാഹിർ, ഖലീഫത്തുൽ ഖാഹിർ, ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വിളംബരം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള ഇബ്നു മുഖ്ല, പിന്നീട് ഇദ്ദേഹം ഒളിവിൽ പോയി. ഇദ്ദേഹത്തിൻ്റെ അനുയായികളിൽപ്പെട്ട ധാരാളം ആളുകൾ എന്ത് ചെയ്തു, ബന്ദികളായി പിടിക്കപ്പെട്ടു. അവസാനം എന്താ സംഭവിച്ചത്, ഇബ്നു മുഖ്ല, മന്ത്രിയായിട്ടുള്ള ഇബ്നു മുഖ്ലക്കും ഖാഹിറിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇബ്നു മുഖ്ലയെ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് തഴയുകയും അതുപോലെ തന്നെ വീടിന് തീ കൊടുക്കുകയൊക്കെ ചെയ്തു ഖലീഫ. അവസാനം ഖലീഫയായിട്ടുള്ള അൽ ഖാഹിറിന് എന്താ സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് സ്ഥാനം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കണ്ണിന് വലിയ രോഗം വന്നുകൊണ്ട് കണ്ണ് ചീഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇമാം ബർബഹാരിയുടെ കറാമത്തുകളിൽപ്പെട്ടതാണ് കാര്യം. അപ്പോൾ മാത്രമല്ല ഇമാം ഇബ്നു അബി അല റഹ്മുള്ള അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നഫ്തവൈഹി, അദ്ദേഹം വലിയ ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അവിടെ ജനാസ നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ധനാഢ്യന്മാരായ ആളുകളും അതുപോലെ തന്നെ രാജാക്കന്മാരും മന്ത്രിമാരും ഖലീഫയും ഒക്കെ സാക്ഷിയായി, പണ്ഡിതന്മാരും എല്ലാവരും സാക്ഷിയായി. വ ഷെയ്ഖുൽ ഹനാബിലത്തി ഫി വഖ്തിഹി അൽ ഇമാം അബു മുഹമ്മദ് അൽ ബർബഹാരി, അദ്ദേഹവും സാക്ഷിയായി. എന്നിട്ട് അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, നഫ്തവൈഹിക്ക് ജനാസക്ക് ഇമാമായിട്ട് എന്ത് ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്. അങ്ങനെ പിന്നീട് വന്നിട്ടുള്ള ഖലീഫയാണ് ഖലീഫത്തുർ റാദി ബില്ലാഹ്. അദ്ദേഹത്തിൻ്റെ അടുത്തും
ബിദ്അത്തുകാർ പോയിക്കൊണ്ട് ഇമാം ബർബഹാരിക്കെതിരിൽ എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ്, അദ്ദേഹത്തെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്, അദ്ദേഹത്തിനെതിരിൽ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാഗ്ദാദിൽ വിളംബരം ചെയ്യപ്പെട്ടു. ബർബഹാരിയുടെ അനുയായികളിൽപ്പെട്ടുള്ള ബർബഹാരിയുടെ അനുയായികളിൽപ്പെട്ടുള്ള ആരോ 2 ആളുകൾ ഒരുമിച്ച് എവിടെയും കൂടാൻ പാടില്ല എന്നുള്ളത് എന്ത് ചെയ്തു, വിളംബരം ചെയ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഒളിവിൽ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഹിജ്റ 329 എന്ത് ചെയ്യുന്നത്, ഇമാം ബർബഹാരി റഹിമഹുല്ലാ മരണപ്പെടുന്നത്. ഏകദേശം 96 വയസ്സുണ്ട്, വയോധികനായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. ഇബ്നു അബി യാല റഹിമഹുല്ലാ പറയുന്നുണ്ട്, മരണപ്പെടുന്നതിന് മുമ്പായിട്ട്, കുറച്ച് മുമ്പായിട്ട് അദ്ദേഹം ഒരു ചെറിയ പെൺകുട്ടിയെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. 96 വയസ്സുള്ള ആളാണ്. അതുപോലെ അദ്ദേഹം ഒളിവിൽ പോയി താമസിച്ചിട്ടുള്ളത് തൂസൂൻ എന്ന് പറയുന്ന ഒരു ആളുടെ സഹോദരിയുടെ വീട്ടിലാണ്. വയോധികനാണ് അദ്ദേഹം. അങ്ങനെ തൂസൂനിൻ്റെ സഹോദരിയുടെ വീട്ടിലാണ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായിരുന്നു. അങ്ങനെ ഇദ്ദേഹം അവിടെ വെച്ച് റജബ് മാസത്തിലാണ് മരണപ്പെടുന്നത്, ഹിജ്റ 329. ഇദ്ദേഹത്തിൻ്റെ സഹോദരി അവിടുത്തെ ഖാദിമിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ജനാസ കുളിപ്പിക്കാൻ ഒരാളെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് കുളിപ്പിച്ചു. എന്നിട്ട് വീട് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഖാദിമിനോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഖാദിം നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയപ്പോൾ വീട് നിറയെ ആളുകളാണുള്ളത്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ ആരുമില്ല. വെള്ളവസ്ത്രധാരികളായിട്ടുള്ള, പച്ച വസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ സഹോദരി പറയുകയാണെന്ത്, ഇത് ഫിനൂഹു ഫി ബൈതി, എൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തെ ജനാസ അടക്കുക, അതുപോലെ തന്നെ ഇത് ദഫൻ ചെയ്യുക, അതുപോലെ തന്നെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെയും ദഫൻ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. അതുപോലെ അദ്ദേഹം മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ്, ഏകദേശം 100-150 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായ ഒരു കറാമത്ത് ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ മനാഖിബുൽ ഇമാം അഹ്മദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 682 പേജിൽ ചേർത്തിട്ടുണ്ട്. അത് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറയാണ്, വഖറഅതു ബിഖത്തി ശൈഖിനാ അബുൽ ഹസൻ ഇബ്നി അസ്സാഖൂനി, എൻ്റെ ഷെയ്ഖായിട്ടുള്ള ഇബ്നു അസ്സാഖൂനി എഴുതിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഞാൻ വായിച്ചിട്ടുണ്ട്. ഖാല കുശിഫ ഖബ്റു അബി മുഹമ്മദിൻ അൽ ബർബഹാരി, ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹിയുടെ ഖബർ തുറക്കപ്പെട്ടു. വീട്ടിലാണ് ഖബർ അടക്കപ്പെട്ടത്. ഒരുപക്ഷെ അവിടെ നിന്ന് ജനാസ മാറ്റുന്നതിന് വേണ്ടിയായിരിക്കാം. അങ്ങനെ ഖബർ തുറക്കപ്പെട്ടപ്പോൾ വഹുവ സഹീഹുൻ ലം യറും, അദ്ദേഹം ജനാസ ദഫൻ ചെയ്യപ്പെട്ടപ്പോൾ അവസ്ഥ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഉണ്ട്, ശരീരത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 150 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള സംഭവമാണിത്. ഒരു ചേഞ്ച് ബോഡിയിൽ വന്നിട്ടില്ല എന്നുള്ളത്. വദഹറ മിൻ ഖബ്രിഹി റവാഇഹു അത്തീബ്, അദ്ദേഹത്തിൻ്റെ ഖബറിൽ നിന്ന് എന്താണ് പരിമളങ്ങൾ വന്നു, അത്തറിൻ്റെ മണങ്ങൾ പ്രചരിച്ചു എന്നുള്ളതാണ്. ഹത്ത മലഅത് മദീനത അസ്സലാം, മദീനത്തു സലാം എന്ന് പറഞ്ഞാൽ ബഗ്ദാദാണ്. ബഗ്ദാദ് മുഴുവൻ എന്താണ് സുഗന്ധം നിറഞ്ഞു നിന്നു എന്നുള്ളതാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാ അദ്ദേഹത്തിന് ഷെയ്ഖായിട്ടുള്ള ഇബ്നു അസ്സാഖൂനി എഴുതിയതിൽ നിന്ന് വായിക്കുന്നത്. ഇത്ര വലിയ കറാമത്താണ്. ഇതാണ് ഇമാം ബർബഹാരി റഹ്മത്തുള്ളാ, ഇമാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അദ്ദേഹത്തിന് അധികം ഗ്രന്ഥങ്ങളൊന്നും തന്നെ എഴുതില്ല. അദ്ദേഹത്തിന് ആകെ പറയപ്പെട്ടുള്ള ഗ്രന്ഥം ഈ ഷർഹ് സുന്നത്ത് തന്നെയാണ്. അതുമാത്രം മതി അദ്ദേഹത്തിന് ബാക്കിയായിട്ട്. ഫറഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഗ്രന്ഥത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ കടക്കാവുന്നതാണ്. ഫനസ്അലുല്ലാഹ തബാറക വതആല അൻ യൻഫഅന ബിമാ അല്ലമന വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.